എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കോഴിക്കോടിന്റെ മധുരം നുണയാൻ പോകുന്നത് ആരാണ്? ആഘോഷം അത്രയ്ക്കൊന്നും വേണ്ട എന്ന് പോലീസിന്റെ നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ടെന്നറിയാം. എന്നാലും ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആഘോഷമില്ലാതിരിക്കില്ലല്ലോ അല്ലേ? സുജയ, സ്മൃതി, കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിന്റെ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടം സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ തന്നെയാണല്ലോ. കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ പോലീസ് ഉൾപ്പെടെ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ ഇത് സ്ട്രോങ് റൂം തുറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 മണിക്ക് വോട്ടെണ്ണാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ടേബിളുകൾ നമുക്കറിയാം. ഓരോ ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നു. ആ ബാരിക്കേഡിനുള്ളിലൊക്കെ ടേബിളുകളുണ്ട്. ആ ടേബിളിനകത്ത് ഓരോ വോട്ടിംഗ് മെഷീൻ വെച്ച് അവിടെയായിരിക്കും ഏജന്റുമാർ ഇരിക്കുക. അവിടെ ഇരുന്ന് ഈ എണ്ണിത്തുടങ്ങുന്ന പരിപാടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് 76 ഡിവിഷനുകളുണ്ട്. നിലവിൽ 50 ഡിവിഷനുകൾ LDFിൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയി LDFിന് കരുത്തുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ്. പക്ഷേ ഇത്തവണ UDF അത് പിടിക്കും എന്നുള്ള, അല്ലെങ്കിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്താകെ തന്നെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. പക്ഷേ കോഴിക്കോട് വലിയ കുറവില്ല. കഴിഞ്ഞ 2020 അത് 79% ഇത്തവണ അത് 77.27, 1.73% കോഴിക്കോട് ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാവരും രാവിലെ തന്നെ ആളെ കൂട്ടി, അതായത് വലിയ ക്യൂ ആയിരുന്നു. അതെ, അപ്പോൾ കോഴിക്കോട് അങ്ങനെ വലിയ പോളിംഗ് ശതമാനം ഇല്ല എന്നുള്ളത് എന്തിന്റെ സൂചനയായിരിക്കും? കഴിഞ്ഞ 42 വർഷമായി അവിടെ LDF ആണ് കോർപ്പറേഷൻ. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ആദ്യം ഒരു മേയർ സ്ഥാനാർത്ഥിയൊക്കെ മുന്നോട്ട് വെച്ച് ഒരു സെലിബ്രിറ്റിയെ മുന്നോട്ട് വെച്ചൊക്കെ ശ്രമം നടത്തി. പക്ഷെ അത് പാളുകയും ചെയ്തല്ലോ. അതിനുശേഷമുള്ള UDFിന്റെ ഒരു ആത്മവിശ്വാസം എത്രത്തോളമായിരുന്നു കോർപ്പറേഷന്റെ കാര്യത്തിൽ? സ്മൃതി, കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലാകെ 77% പോളിംഗ് ഉണ്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനകത്ത് അത് വളരെ കുറഞ്ഞുപോയി. കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് കോഴിക്കോട് കോർപ്പറേഷനകത്ത് രേഖപ്പെടുത്തിയത്. എന്നാൽ കോഴിക്കോടിന്റെ റൂറൽ മേഖലയിലേക്ക് പോകുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയാനും സാധിക്കില്ല. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനകത്ത് വലിയ രാഷ്ട്രീയ വോട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഭൂരിഭാഗം ഏരിയകളും. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷന് പുറത്ത് നമ്മളിപ്പോൾ വടകരയ്ക്ക് പോയാലും കൊടുവള്ളിക്ക് പോയാലും അവിടെ മുക്കത്തേക്ക് പോയാലും താമരശ്ശേരിക്ക് പോയാലും ഒക്കെ കനത്ത രാഷ്ട്രീയ പോളിംഗ് നടക്കുന്ന, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായിട്ടുള്ള RMP, CMP, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ബലാബലങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഇടങ്ങളാണ് ഈ റൂറൽ മേഖല. എന്നാൽ നഗരത്തിലേക്ക് വന്നാൽ കോഴിക്കോട് കോർപ്പറേഷനകത്ത് പോളിംഗ് കുറവാണ്. അത് 3 മുന്നണികളുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ UDF ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ പടി തന്നെ പാളിപ്പോയി. കാരണം അവർ VM വേനുവിനെ ഇറക്കി. VM വേനുവിന് വോട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റം നടത്താൻ ആഗ്രഹിച്ചു. അത് തിരിച്ചടിയായി എന്നുള്ളതാണ്. ഇപ്പോൾ PM നിയാസ് ആണ് ഇപ്പോൾ അവിടെ മേയർ സ്ഥാനാർത്ഥി. അത് KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മത്സരിക്കുന്നത് പാറോപ്പടി വാർഡിലാണ്. പാറോപ്പടിയിൽ പോലും നല്ല കനത്ത പോരാട്ടമാണ്. PM നിയാസ് ഒരു പക്ഷേ ജയിച്ചേക്കാം. പക്ഷെ അവിടെ പക്ഷെ നല്ല പോരാട്ടം നടക്കുന്നു. BJPയും UDFും തമ്മിൽ നല്ല പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് പാറോപ്പടി. അതുപോലെ തന്നെ LDFിന്റെ മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മുസാഫർ അഹമ്മദ് മത്സരിക്കുന്ന മീഞ്ചന്ത വാർഡ്. ആ മീഞ്ചന്ത വാർഡ് പുതിയ വാർഡാണ്. എന്ന് പറഞ്ഞാൽ പഴയ മീഞ്ചന്തയല്ല, പുതിയ മീഞ്ചന്ത. ആ മീഞ്ചന്തയിലേക്ക് പയ്യാനക്കൽ ഭാഗത്ത് നിന്നൊക്കെ കുറേ ഏരിയ കുട്ടിച്ചിറക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ UDFിന്റെ ഒരു കരുത്തനായ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും LDFിന്റെ മേയർ സ്ഥാനാർത്ഥിക്കും നല്ല പോരാട്ടം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഒരു മത്സര ചിത്രം. എന്ന് പറഞ്ഞാൽ ഓരോ വാർഡുകളിലും ഓരോ ഡിവിഷനുകളിലും നല്ല കനത്ത പോരാട്ടം കോഴിക്കോട് കോർപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഇവരുടെ മേയർ സ്ഥാനാർത്ഥികളെന്ന് അഭിമാനത്തോടു കൂടി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾക്ക് പോലും പലയിടങ്ങളിലും വലിയ തോതിൽ മത്സരം കാഴ്ചവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് നിലവിൽ അവിടെ 7 സീറ്റുകൾ, 7 ഡിവിഷനാണുള്ളത്. ഈ 7 ഡിവിഷനിൽ 3-4 ഡിവിഷനുകൾ വളരെ ശക്തമായ പോരാട്ടത്തിൽ പോകാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ പുതിയറ ഡിവിഷനാണെങ്കിലും അത്താണിക്കൽ ഡിവിഷനാണെങ്കിലും ഈസ്റ്റ് ഡിവിഷനാണെങ്കിലും ഒക്കെ നഷ്ടപ്പെടുമെന്ന് BJP ഭയക്കുന്ന ഡിവിഷനുകളാണ്. അതോടൊപ്പം BJP പുതുതായി നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ബേപ്പൂരിലെ 2 വാർഡുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ T റെനീഷ് മത്സരിക്കുന്ന പൊറ്റമ്മൽ വാർഡുണ്ട്. അങ്ങനെയുള്ള ചില വാർഡുകൾ BJP അധികമായി നേടുമെന്ന് പറയുന്നു. അപ്പോൾ BJPക്ക് ഈ 7-4 ആണെങ്കിൽ ആ പ്ലസ് എത്രയുണ്ടാകും? ആ പ്ലസ് എത്രയുണ്ടാവും എന്നനുസരിച്ചാണ് ഒരു 10 സീറ്റിലേക്കെങ്കിലും BJP ഉയരുമോ എന്നുള്ളത് അറിയേണ്ടത്. ഏതായാലും UDFിനെ സംബന്ധിച്ച് അവരുടെ ഇന്റേണൽ സർവേ പുറത്തു വന്നിട്ടുണ്ട്. അത് 35 സീറ്റുകളാണ്.